ഹായ്, ഇന്ന് പരിചയപ്പെടുന്നത് തൈര് സാദമാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്കൊരു പാത്രത്തിലോട്ട് കുറച്ച് കടുക് വറുത്ത് അതിലേക്ക് കുറച്ച് ജീരകം ഇടുക, ഉഴുന്ന പരിപ്പ്, കടലപ്പരിപ്പ്, വെളുത്തുള്ളിയും കാന്താരിമുളകും ചതച്ചത്, ഇഞ്ചി, ഒരു സവാള, തക്കാളിപ്പഴം, ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയ ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പില, മല്ലിയില പേസ്റ്റ്, ഉപ്പ്, കുറച്ച് കായപ്പൊടി, ഇതെല്ലാം നമ്മൾ എത്രത്തോളം എടുക്കുന്നു അതനുസരിച്ച് നിങ്ങൾ ഇട്ടുകൊള്ളുക. ഇതെല്ലാം ഒന്ന് വഴറ്റി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ചോറ് വേവിക്കണം. ചോറ് നല്ലോണം വെന്ത് ഉടച്ചെടുക്കണം. അത് ഉപ്പിട്ട് വേണം ചോറ് വേവിക്കുക. അതിലേക്ക് ഒരു 1/2 കപ്പ് പാൽ ഒഴിക്കുക. അത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം 1 കപ്പ് തൈര്, കുറച്ച് വെള്ളം ചേർത്താലും തൈര് കട്ടയാണെങ്കിൽ ഉടച്ചെടുക്കുക. അത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ചോറിൻ്റെ എല്ലാ ഭാഗത്തും ചെല്ലണം. അത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വഴറ്റി വെച്ചേക്കുന്ന സാധനങ്ങളും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് എല്ലായിടവും തൈര് മിക്സ് ചെയ്തതുപോലെ തന്നെ ഇതും എല്ലായിടം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ്. ഏറ്റവും നല്ല കോമ്പിനേഷൻ അച്ചാറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.